ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ 21-ാം തീയതി അമേരിക്കയിലെ അരിസോണയിൽ വെച്ച് നടന്ന ചാർലി കിർക്കിൻ്റെ അനുസ്മരണ ദിനത്തെക്കുറിച്ച് CFM ഫൗണ്ടർ റിനോയ് ജേക്കബ് സംസാരിക്കുന്നു. ഇക്കഴിഞ്ഞ 21-ാം തീയതി അമേരിക്കയിലുള്ള അരിസോണ സ്റ്റേറ്റിൽ വെച്ച് ചാർലി കിർക്കിൻ്റെ വിയോഗത്തെ തുടർന്നുണ്ടായ അനുസ്മരണ യോഗത്തിൽ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ പങ്കെടുത്ത ആ യോഗത്തിൽ രാജ്യത്തിലെ ജനം മുഴുവൻ, ഏകദേശം ആ സ്റ്റേറ്റിലുള്ള നല്ലൊരു കൂട്ടം ആ യോഗത്തിൽ പങ്കെടുത്തു. ചാർലി കിർക്ക് എന്ന് പറയുന്ന മനുഷ്യനല്ല അതിൻ്റെ കാരണം. അതിലുപരി താൻ വിശ്വസിച്ച ദൈവത്തിൽ തൻ്റെ അന്ത്യം വരെ പ്രത്യാശ വെച്ച് പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ചരിത്രമായി അമേരിക്ക കാണുന്നത്. അത് അമേരിക്ക എന്ന് മാത്രമല്ല, ലോകരാജ്യങ്ങൾ മുഴുവൻ ചാർലി കിർക്കിനെ എന്ന മനുഷ്യനെ ആദരിക്കുന്നതിൻ്റെ കാരണം ആ മനുഷ്യൻ വിശ്വസിച്ച തൻ്റെ പ്രത്യയശാസ്ത്രം അഥവാ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം, അതായിരുന്നു അന്ന് പകൽ നാം അവിടെ കണ്ട ചരിത്രം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ എരീക്ക കിർക്കിൻ്റെ വാക്കുകളെ എങ്ങനെ വിലയിരുത്തുന്നു? എരീക്ക കിർക്ക് ആ ചരിത്ര മുഹൂർത്തത്തിൽ പറഞ്ഞ വാക്കുകളെ ലോകം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ജനം ഏറ്റെടുത്തു, ലോകം ഏറ്റെടുത്തു. അപ്പോൾ അവർ പറഞ്ഞ വേർഡ്, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. എരീക്ക കിർക്ക് ഇത് പറയുമ്പോൾ ഇതിനകത്ത് ഒത്തിരി മൂല്യങ്ങൾ അഥവാ വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു പഠിപ്പിക്കൽ തന്നെ അതിനകത്തുണ്ട്. ക്രിസ്തീയ വിശ്വാസം ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സബ്ജക്റ്റാണ് ക്ഷമിക്കുക എന്നുള്ളത്. അത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ നഷ്ടം. അതിനാണ് എരീക്ക പറയുന്നത്, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കും. എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യം, ഇന്ത്യയിൽ ഗ്രഹാം സ്റ്റെയിൽസ് എന്ന ദൈവ മനുഷ്യൻ ആ മനുഷ്യനെ ഇല്ലായ്മ ചെയ്തപ്പോൾ ആ വ്യക്തിയോട് ആ ഗ്രഹാം സ്റ്റെയിൽസിൻ്റെ വൈഫ് ക്ഷമിച്ച വേർഡുകൾ അവരന്ന് പറഞ്ഞു, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിന് സാധിക്കണമെങ്കിൽ ആ വ്യക്തിക്ക് നന്നായിട്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി നമുക്ക് ഒരു വെറുപ്പ് തോന്നാൻ, ദേഷ്യം തോന്നാൻ, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നാം മിണ്ടാതിരിക്കുന്ന എത്രയോ സാഹചര്യങ്ങൾ. പക്ഷേ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം അഥവാ ഒരു തണലായ അനുഭവം ഇല്ലാതാക്കിയിട്ട് പോലും എരീക്ക പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റാണ്, ലോകം കൈയടിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ അവനോട് ക്ഷമിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ക്ഷമിക്കുവാൻ കഴിയുമെങ്കിൽ, അഥവാ വിശ്വാസത്തെ, ആത്മീയതയെ നാം അതുപോലെ നമുക്ക് എടുക്കാൻ കഴിയുമെങ്കിൽ, ആത്മീയതയെ അതുപോലെ ചേർത്ത് വയ്ക്കാൻ കഴിയുമെങ്കിൽ, അതിന് നല്ല ഒരു ഉദാഹരണമാണ് എരീക്ക പറഞ്ഞ ആ വേർഡ്. ലോകം കൈയടിക്കാൻ കാരണം നമുക്ക് പെട്ടെന്നൊന്നും സാധിക്കുന്ന ഒരു കാര്യമല്ലത്. എന്തുകൊണ്ടാണ്, ഞാൻ ചിന്തിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണ് എരീക്കയ്ക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത്? അതിൻ്റെ ഒറ്റ കാരണം തൻ്റെ ഭർത്താവിൽ നിന്ന് തനിക്ക് ലഭിച്ച ആ ദൈവിക പ്രകാശമാണ്. തൻ്റെ ഭർത്താവ് എപ്പോഴും യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവാണെങ്കിലും താനും ഇതേ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ ആഗ്രഹം ഇതായിരിക്കും എന്നാണ് എരീക്ക പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ എരീക്ക പിൻപറ്റുന്ന അഥവാ എരീക്കയുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത ആ ഒരു വിശ്വാസം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ വിശ്വാസത്തിന് ഒത്തിരി ഫലമുണ്ടാകണമെങ്കിൽ ആ വിശ്വാസം അടിയുറച്ച വിശ്വാസമായിരിക്കണം. അടിയുറച്ച വിശ്വാസമുള്ള ദൈവമക്കൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും, എനിക്ക് അത് ക്ഷമിക്കുവാൻ സാധിക്കുമെന്ന്. ബൈബിളിലെ ഒരു വാക്യം, യേശു ക്രിസ്തുവിലെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിലെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ഭാവമാണ് എരീക്കയെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ ഇടയായി തീർന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ചലനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ വിശ്വാസങ്ങൾ അതൊരു വെറും വിശ്വാസമായി പോകരുത്. പ്രവൃത്തിയുള്ള വിശ്വാസങ്ങൾ, ചലിക്കുന്ന വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എരീക്കയുടെ വാക്കുകൾ.
എറീക്കയുടെ വാക്കുകൾ ആ സ്റ്റേഡിയത്തിലിരുന്നവർ മാത്രമല്ല കൈയടിച്ചത്. ലോക ജനം മുഴുവൻ, ക്രൈസ്തവ വിശ്വാസികളും അല്ലാത്തവരും അത് ഒരുപോലെ കൈയടിക്കുവാനിടയായി തീർന്നു. പലരുടെയും കണ്ണ് നിറയുന്നത് നാം അവിടെ കണ്ടു. കാരണം എറീക്ക പറഞ്ഞത് അവളുടെ മനസ്സിൽ തട്ടിയാണ്. അത് ഹൃദയത്തിൻ്റെ വേദനയിൽ നിന്നാണ്. പക്ഷേ ആ വേർഡിനകത്തും ഒരു കാര്യം ഉറപ്പായുമുണ്ട്, അവൾക്ക് യേശു കർത്താവിലുള്ള ഉറച്ച വിശ്വാസം. എനിക്ക് തോന്നുന്നു ചാർലി കിർക്ക് മരിച്ചപ്പോൾ ആദ്യം എറീക്ക പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്, യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, അഥവാ എൻ്റെ ദൈവം എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും എന്നാണ്. അതാണ് ചാർലി കിർക്ക് എന്ന മനുഷ്യൻ, ഭർത്താവായ ആ മനുഷ്യൻ കൂടെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും ഒരു ധൈര്യം താൻ ഇല്ലാതായപ്പോൾ തൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് കൂട്ടുണ്ട് എന്നൊരു ധൈര്യം. അതാണ് ചാർലി കിർക്ക് എന്ന മനുഷ്യൻ എറീക്ക എന്ന വ്യക്തിത്വത്തിന് പകർന്നു കൊടുത്ത ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ ഭർത്താവിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. എത്ര കോടി രൂപയുണ്ടെന്നല്ല, എത്ര ജീവിത സാഹചര്യങ്ങൾ ഉണ്ടെന്നല്ല, മറിച്ച് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, അത് വിശ്വാസമാണ്. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും. എറീക്കയെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എറീക്ക ദൈവത്തിൽ വിശ്വസിക്കുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എറീക്കയെ ജീവിതത്തിലേക്ക് നല്ല രീതിയിൽ, എറീക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ടേണിംഗ് പോയിന്റ് USA എന്ന ആ സ്ഥാപനം നല്ല രീതിയിൽ നടത്തുവാൻ എറീക്ക അതിൻ്റെ എല്ലാ മേഖലയിലും പ്രതിജ്ഞാബദ്ധമായി ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവളുടെ ജീവിതത്തിൽ അവൾ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ദൈവം കൂടെയുണ്ട്, ആ ദൈവം കരുതുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരൊറ്റ വേർഡ് കൊണ്ട്, ഞാൻ അവനോട് ക്ഷമിക്കുന്നു എന്ന വേർഡിനകത്ത് അവളുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അവൾ ദൈവത്തിൽ എത്രത്തോളം ആഴത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ സ്റ്റേറ്റ്മെന്റ് വെളിവാകുന്നതാണ്. ഞാൻ ഈ കാര്യം നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് എല്ലാ മാതാപിതാക്കളോടും, പ്രിയപ്പെട്ടവരോടും, കുഞ്ഞുങ്ങളോടും ഒരുപോലെ പറയാനുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ ദൈവം കൈവിടത്തില്ല. മരിച്ച് മൺമറഞ്ഞു പോയി എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഓർമ്മകളിൽ മാത്രമേ ഇനി ജീവിക്കാൻ കഴിയൂ, അതും യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. എറീക്കയെ സംബന്ധിച്ച് അവളുടെ 2 കുഞ്ഞുങ്ങൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ ഒത്തിരി പ്രയാസമുണ്ടാകും. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പായിട്ടും പറയാൻ കഴിയും, അവൾ വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവത്തിലാണ്. നമ്മുടെ ദൈവം അവൻ കൈവിടുന്ന ദൈവമല്ല, അന്ത്യം വരെ നിലനിർത്തുന്ന ദൈവമാണ്. ആ പകൽ ആ അരിസോണയിൽ നടന്ന പ്രോഗ്രാമിൽ ചാർലി കിർക്ക് എന്ന് പറയുന്ന മനുഷ്യനേക്കാൾ എത്രയോ അധികം ജനം കൈയടിച്ചത്, ജനം കരഞ്ഞത്, ജനം അതിനെ അംഗീകരിച്ചത് ആ എറീക്ക എന്ന് പറയുന്ന ആ സഹോദരിയുടെ വാക്കുകൾക്കാണ്. അത് പറയണമെങ്കിൽ നിസ്സാരമായ ഒരു ചങ്കൂറ്റം പോരാ. ഞാൻ പറഞ്ഞത് അതൊരു ക്രൗഡിനെ കാണുമ്പോൾ പറഞ്ഞ ഒരു വേർഡല്ല, അത് മനസ്സിൽ ഉറപ്പിച്ചിട്ട് വന്ന് പറഞ്ഞ ഒരു വേർഡാണ്. അഥവാ ആ പറഞ്ഞ സമയത്തല്ല അവളത് ക്ഷമിച്ചേക്കുന്നത്, മറിച്ച് ആ ക്ഷമാപണം ആ ഒരു വ്യക്തിയോട് ക്ഷമിച്ചത് അതിൻ്റെ ചില ദിവസങ്ങൾക്ക് മുൻപേ ഇത് നടന്നപ്പോഴേ അവൾ മനസ്സിൽ ഉറപ്പിച്ച വിഷയമാണ്, ഞാൻ ആ വ്യക്തിയോട് ക്ഷമിച്ചു എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. നഷ്ടങ്ങൾ വരുമ്പോൾ ദൈവത്തെ ഇട്ടിട്ട് പോകുന്നതല്ല ദൈവിക വിശ്വാസം, മറിച്ച് ആ നഷ്ടത്തിൽ എൻ്റെ കൂടെ എൻ്റെ ദൈവം ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസം. അതാണ് എറീക്ക എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പറഞ്ഞ വാക്കുകൾ നിമിത്തം ലോകം കൈയടിക്കാൻ കാരണം. അതത്ര നിസ്സാര വേർഡാണെന്ന് ചിന്തിക്കരുത്. അതിനകത്ത് അവൾ വിശ്വസിക്കുന്ന ദൈവത്തിലുള്ള പ്രത്യാശയാണ് അവളെ കൊണ്ട് ആ വാക്ക് പറയിപ്പിച്ചത്. അതിൻ്റെ ചരിത്രം നോക്കിയാൽ ആ ടേണിംഗ് പോയിന്റ് USA എന്ന് പറയുന്നത് ഒരു സാധാരണ സ്ഥാപനമല്ല. കാരണം ചാർലി കിർക്ക് എന്ന് പറയുന്ന മനുഷ്യന് അവൻ്റെ ജീവിതത്തിലെ
ഓരോ വേർഡിനകത്തും, നമ്മൾ ആ ചാനലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും, ഓരോ വേർഡിനകത്തും യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉയർത്തുവാൻ, യേശു ക്രിസ്തുവിനെ ഉയർത്തി, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സകലവിധമായ എവിടെയൊക്കെ യേശുവിനെ ഉയർത്താൻ കഴിയുമോ അവിടെയൊക്കെ യേശുവിനെ ഉയർത്തിയുള്ള ഒരു പ്രസംഗങ്ങളാണ് നാം കണ്ടിട്ടുള്ളത്. ചാർലി കെർക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ഉയർത്തിയ അതേ വിശ്വാസം ആ എറിക് എന്ന് പറയുന്ന സഹോദരിക്കും ഉയർത്താൻ കഴിയട്ടെ. ആ വിശ്വാസത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അത് ഒരു സാധാരണ വിശ്വാസമല്ല, അസാധാരണമായ ചില വിശ്വാസങ്ങൾ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അസാധാരണ വിശ്വാസം, അസാധാരണ വിശ്വാസത്തിൻ്റെ നിഴലാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരിക്കലും സാധിക്കുമെന്ന് ചിന്തിക്കരുത്. പക്ഷേ അത് സാധിക്കണമെങ്കിൽ ദൈവത്തിൽ അത്രയധികം വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ആ സഹോദരിക്ക് അത് പറയാൻ കഴിഞ്ഞത്, ലോകം അതിനെ കൈയടിച്ചത്, വിശ്വാസം എന്തെങ്കിലും പെട്ടെന്ന് കിട്ടുന്നതോ മേടിച്ച് വെക്കാൻ കഴിയുന്നതോ അല്ല, അത് ജീവിതം കൊണ്ട് വില കൊടുത്ത് കിട്ടുന്നതാണ്. അതിന് നമ്മുടെ ജീവിതം സമർപ്പിക്കണം, അതാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത്. ആ സഹോദരിക്ക് അത് സാധിച്ചു, ദൈവത്തിൽ അത്രയധികം വിശ്വസിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ആ സഹോദരിക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞത്. എറീക്കെ പോലെ വിശ്വാസികളുടെ ജീവിതം ക്രിസ്തുവിൽ ദൃഢമായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ആ ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ.